നാണമില്ല സുധിച്ചേട്ടന്റെ പേരിൽ ഇങ്ങനെ പ്രശംസ നേടാന്ന് പറഞ്ഞിട്ടായിരുന്നു മസ്താനി പ്രശ്നം തുടങ്ങിയത്. അല്ല, അമ്മ പ്രതികരിച്ചല്ലോ. അവക്ക് പറയാനുള്ള അവള് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വൈൽഡ് കാർഡ് കയറിയതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളേ? വൈൽഡ് കാർഡ് എല്ലാം മോശം. ഓരോരുത്തങ്ങളുള്ളത് മസ്താനി കയറിയപ്പോഴാണോ കുറച്ചും കൂടി പുള്ളിക്കാരത്തി കുറച്ച് ക്യാമറ സ്പേസ് കിട്ടിയെന്ന് പറയുന്നുണ്ടാണോ? അപ്പോ ഈ ഫൈനൽ 5 വരും തോന്നുന്നു 5 പേര്. മസ്റ്റായിട്ട് രേണു വരും, അനുമോള് വരും, അനീഷ് വരും, ഷാനവാസ്, പിന്നെ ആരും കൊള്ളില്ല. ഈ രേണു ചേച്ചി ഇപ്പോഴും പറയുന്നുണ്ട് സുചേട്ടൻ എന്റെ മനസ്സിൽ മരിച്ചിട്ടില്ല, എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് എത്രയാന്ന് പറഞ്ഞാലും അവിടെ ഹസ്ബൻഡ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയാ, നമുക്ക് പ്രിയപ്പെട്ടവര് അവര് നമ്മള് മണ്ണടിയുന്നോടം വരെ നമ്മുടെ മനസ്സിൽ അവര് ജീവനോടെ തന്നെയുണ്ട്. സുധിച്ചേട്ടനെ പോലെ രേണു ചേച്ചിയും മരിച്ചു പോയതാണോ എന്ന് എന്റെ മകൻ വിചാരിക്കുമോ എന്നൊരു പേടി ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്ന് രേണു ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഋതപ്പ പറയുകയോ? ഈ വൈൽഡ് കാർഡ് വന്ന മസ്താനിയാണ് ആദ്യം ഇക്കാര്യം രേണുവിന്റെ നേരെ ചാടിക്കേറിയത്. ഓരോരുത്തർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ രീതിയല്ലേ അത്. പഴയ ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ആണ് കൊള്ളാവുന്നേ? പഴയത് ഇപ്പൊ ലൈവായിട്ട് കാണുമ്പോ തന്നെ തുടങ്ങുന്നത് തെറിയല. മസ്താനി ആണേലും നമ്മളോർത്തു രേണുവിനെ പ്രലോഭിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷെ രണ്ടാമതാണ് അനുവിന്റെ അടുത്ത് പോയി നിന്ന് കരയുന്നു. ശരിക്കും മസ്താനി പ്ലാൻ ചെയ്തിട്ടാണ് കയറിയെന്ന് തോന്നുന്നുണ്ടോ? രേണു ചേച്ചീനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആളുള്ളതായിട്ട് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. മസ്താനി ഇത്ര നാള് ഇത് കണ്ടിട്ട് അവിടെ കയറിയതല്ലേ, ഇത്ര നാളും അവിടെ കണ്ടിട്ട് കേറിയിട്ട് പിന്നെ ഇതുപോലെ കാണിക്കുവാണെങ്കിൽ പിന്നെ എല്ലാ ഓണത്തിനേക്കാളും ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്താ? രേണു ബിഗ് ബോസിലായതുകൊണ്ട്. ബിഗ് ബോസ് കാണുമോ? ബിഗ് ബോസിന് ഇഷ്ടമാണോ? ഇഷ്ടമാ. അത്തപ്പൂക്കൾ ആരാ ഇട്ടേ? അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇട്ടേ? ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? അങ്ങനെ നിന്നാ പോകും തോന്നുന്നു. രണ്ടിടത്തും ഓണാഘോഷമുണ്ട്. കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത് എന്താ ഇപ്രാവശ്യത്തെ ഓണം? അമ്മ ബിഗ് ബോസിൽ പോയത് തന്നെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ രേണു ചേച്ചിയുടെ വീട്ടില് സുധിലയത്തില് ഓണാഘോഷമൊക്കെ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞു പറഞ്ഞാൽ അങ്ങ് കൊല്ലത്ത് എല്ലാരും കൂടി പോകുന്നതല്ലേ അല്ലെ? അപ്പൊ നമ്മളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൂടി നോക്കിയിട്ട് ഓണാശംസ പറഞ്ഞേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് സുധിലയത്തിലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഓണം സുധിലയത്തിൽ സുധിച്ചേട്ടൻ്റെയും രേണു ചേച്ചിയുടെ ഫാമിലിയുടെ കൂടെയാണ് ഇന്ന് എൻ്റെ ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഓണം കണ്ട ആളാണ് അല്ലേ? അല്ല, പപ്പയും മമ്മയും ഏറ്റവും കൂടുതൽ ഓണം കണ്ട നിങ്ങളല്ലേ? എന്താ ഇപ്പോഴത്തെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്തുവാ? ഓണവും സന്തോഷമായിട്ടിരിക്കുന്നു. രേണു ബിഗ് ബോസിലായിരുന്നു അത്. പിന്നെ ബാക്കി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. കിച്ചുണ്ട്, വെളുപ്പനുണ്ട്, യവന, ഞങ്ങളുടെ കൊച്ചുമക്കൾ 4 പേരും എല്ലാവരും ഉണ്ട്. എല്ലാ ഓണത്തിനേക്കാളും ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്താ? ഈ ഓണം സ്പെഷ്യലാക്കുന്നത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എന്താ പറയുന്നത്, രേണു ബിഗ് ബോസിലായതുകൊണ്ട് കുറച്ചുകൂടി സ്പെഷ്യലാണ്. കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ ഒരു ഒന്നുമല്ലെങ്കിലും ഇപ്പോൾ നമ്മളൊരു ആശംസയൊക്കെ പറഞ്ഞല്ലോ, അതൊരു സ്പെഷ്യലല്ലേ ജീവിതത്തിൽ. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഓണം ഇപ്രാവശ്യത്തെ? ഇപ്രാവശ്യത്തെ ഓണം എനിക്ക് സന്തോഷമാണ്. രേണു ബിഗ് ബോസിൽ പോയതുകൊണ്ട് ബിഗ് ബോസിലുള്ള എല്ലാവർക്കും രേണുവിനും പ്രത്യേകം ഓണാശംസകൾ പറയുന്നു. അത്രേ ഉള്ളൂ. ഈ ബിഗ് ബോസിൽ രേണു ചേച്ചി പോയതുകൊണ്ടാണ് ഓണം ഇത്ര സ്പെഷ്യൽ ആയത് ഇപ്രാവശ്യത്തെ. ചേച്ചി എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും? ബിഗ് ബോസിൽ പോയത് തന്നെയായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നില്ലേ? തോന്നുന്നുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് അങ്ങനെ ആയത്. ചേച്ചി കണ്ടപ്പോ എന്താ തോന്നിയതൊക്കെ? സന്തോഷം തോന്നി, കുറച്ച് ആക്റ്റീവ് ആയല്ലോ. ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? അങ്ങനെ നിന്നാ പോകും തോന്നുന്നു.
അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരുന്നപ്പോ ചേച്ചി എന്താ വിചാരിച്ചേ? ഒരു സൈഡിൽ മാത്രമായിരുന്നില്ലേ ഒരു ക്യാമറ സ്പേസ് കിട്ടാതെ? അതെ. അപ്പൊ ചേച്ചി എന്താ വിചാരിച്ചേ? പെട്ടെന്ന് ഇറങ്ങുന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് ഇറങ്ങുമായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പോട്ടെ. എങ്ങനെയുണ്ട് കിച്ചുവിന്റെ ഓണാഘോഷം? കുഴപ്പമില്ല. ഇവിടെയാണോ ഓണാഘോഷിക്കുന്നത് അതോ കൊല്ലത്താണോ? രണ്ടിടത്തും ഓണാഘോഷം ഉണ്ട്. കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത് എന്താ ഇപ്രാവശ്യത്തെ ഓണം? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാരും പറഞ്ഞാൽ ഇപ്പൊ അമ്മ ബിഗ് ബോസിൽ പോയത് തന്നെയാണ്. ഹാപ്പി ആണോ ഇപ്പൊ ഈ ഓണത്തിന്? ഓ ഹാപ്പി, കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞോ കൊല്ലത്തെ? ഇല്ല ഇല്ല ഇല്ല. ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടുത്തെയാണ് ഫസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഈ ഓണം സെലിബ്രേഷൻ എന്താ? സെലിബ്രേഷൻ കൂട്ടുകാരായിട്ട് എന്തെങ്കിലും ഗെയിം അങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം അവിടെ. കോളേജില് ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നല്ലോ ഓണത്തിന്റെ? ഇല്ല 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 ഇല്ല. വരാൻ പോകുന്നേ ഉള്ളൂ അതോ ഇല്ലായിരുന്നു തോന്നുന്നു. ഫംഗ്ഷൻസ് ഇല്ലായിരുന്നു. കിച്ചു ഒത്തു കിട്ടില്ലേ? വീഡിയോ ഇറങ്ങിയിട്ടാണ്ടില്ലേ? വീഡിയോ എടുക്കാൻ മാത്രം. ഓക്കെ. കൊറേ വൈൽഡ് കാർഡ് കേറിയത് കിച്ചു കണ്ടില്ലേ? അവര് കേറിയപ്പോ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നുന്നുണ്ട് അമ്മ. കുഴപ്പമില്ല. ഈ വൈൽഡ് കാർഡ് കേറിയതില് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ഞാൻ എല്ലാരും ഒന്നും കണ്ടൊന്നുമില്ല. ഈ റീൽസിൽ വരുന്ന എപ്പിസോഡ്സ് ഉണ്ടല്ല? റീൽസ് ഉണ്ടപ്പോ മനസ്സിലായില്ല ആരൊക്കെയാ കേറിയത്. എനിക്കങ്ങനെ ആരും പ്രത്യേകിച്ച് ആരും ഇഷ്ടപ്പെടാൻ. ഇപ്പോഴും നെവിൻ തന്നെയാണോ ഫേവറേറ്റ്? ആണ്. ഈ നമ്മുടെ മസ്താനി കേറിയപ്പോഴാണ് കുറച്ചും കൂടി പുള്ളിക്കാരത്തി കുറച്ച് ക്യാമറ സ്പേസ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആണോ? ഞാൻ പറഞ്ഞില്ല, അതിനെ കുറിച്ച് പറയാനായിട്ട് കണ്ടാലേ നമ്മള് പറയാൻ പറ്റൂ. റീലിൽ കാണുന്ന ഒരു ഇതേ ഉള്ളൂ എനിക്ക്. റീലിലൊക്കെ ഭയങ്കര വൈറലാണല്ലോ അമ്മയുടെ ഡാൻസ് ഒക്കെ. സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട്. ഇങ്ങനെ തന്നെയാണോ രേണു ചേച്ചി വീട്ടിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാറുണ്ടോ? അത് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. പക്ഷെ അത് ഭയങ്കര ഒരു ചേഞ്ച് ആയി പോയി അല്ലേ? അതിനകത്ത് ഇത്രയും നാള് മിണ്ടാണ്ടിരുന്നിട്ട് പെട്ടെന്ന് കയറി ഡാൻസ് കളിച്ചത്. വീട്ടിലും അങ്ങനെ തന്നെയാ, ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാ. ഡാൻസും പാട്ടും. അതാണ് അച്ഛനാണ് പറയാനുള്ളത്. പറയും. പാട്ടും ഉണ്ടാക്കി ഡാൻസും കളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അത്? കുഴപ്പമില്ലായിരുന്നു, നല്ലായിരുന്നു. നല്ല രസമായിരുന്നു. ഈ വൈൽഡ് കാർഡ് കേറിയപ്പോഴാണ് രേണു ചേച്ചി കുറച്ചുകൂടി ആക്റ്റീവ് ആയത് അല്ലേ? ഇത്തരത്തില് ഇങ്ങനെ ആക്റ്റീവായിട്ട് കളിച്ചു പോയാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? പിന്നെ പറയുന്നില്ല, കളിച്ചു പോവാണ് ഏറ്റവും നല്ലപോലെ കളിക്കുന്നവരൊക്കെ നിൽക്കും. അതെ. അച്ഛന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? രേണു ചേച്ചി അല്ലെങ്കിൽ? രേണു ചേച്ചി അല്ലെങ്കിൽ? ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് നമ്മൾ മകളുള്ളതുകൊണ്ട്, മോളായതുകൊണ്ട് മറ്റുള്ള എല്ലാരും ഇഷ്ടമാണ്. അമ്മയ്ക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. ഈ വൈൽഡ് കാർഡ് വന്ന മസ്താനിയാണ് ആദ്യം ഇക്കാര്യം രേണുവിന്റെ നേരെ ചാടിക്കേറിയത്. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവര് ഓരോരുത്തർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു രീതിയല്ലേ, അത് ഒരു ഗെയിം ആയിട്ട് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആ രീതിയിലാണ് കാണുന്നത്. ബിഗ് ബോസ് കാണാറില്ലേ? കാണാറുണ്ട്. എപ്പിസോഡ്സ് കാണാറുണ്ട്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? രേണു. ഓക്കെ. രേണു ചേച്ചി കുടുംബത്തിലുള്ളതായിട്ട് രേണു ചേച്ചി. രേണു ചേച്ചി അല്ലെങ്കിൽ അതിനകത്തും പ്രത്യേകിച്ച് ആരുമില്ല. നെവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച തൊട്ട് പുള്ളി ഭയങ്കര അലമ്പ ആണ്. ഇപ്പൊ വൈൽഡ് കാർഡ് കേറിയതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളേ? വൈൽഡ് കാർഡ് എല്ലാം മോശം, ഒന്നും കൊള്ളില്ലല്ലേ? ഒരുത്തം കൊള്ളത്തില്ല. എന്ന് വെച്ചാ മസ്താനി ആണേലും നമ്മളോർത്തു രേണുവിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, കാര്യങ്ങളല്ല, രേണുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതായിരുന്നു. പക്ഷെ രണ്ടാമതാണ് അനുവിന്റെ അടുത്ത് പോയി നിന്ന് കരയുന്നു. അതെ. ഇതിനൊക്കെ എന്നാ പറയാനാ? ഇതൊക്കെ അവരുടെ ഇത്. ശരിക്കും മസ്താനി പ്ലാൻ ചെയ്തിട്ടാണ് കയറിയെന്ന് തോന്നുന്നുണ്ടോ? രേണു ചേച്ചീനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ആളുള്ളതായിട്ട് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. മസ്താനി ഇത്ര നാളെ ഇത് കണ്ടിട്ട് അവിടെ കയറിയതല്ലേ, അപ്പൊ പിന്നെ നമ്മൾ എന്നാ പറയാനാ? ഇത്ര നാളും അവിടെ കണ്ടിട്ട് കേറിയിട്ട് പിന്നെ ഇതുപോലെ കാണിക്കുവാണെ പിന്നെ എന്നെ പറയാൻ അല്ല പിന്നെ. അപ്പോ ഈ ഫൈനൽ 5 വരും തോന്നുന്ന 5 പേര് ആരൊക്കെയാ? മസ്റ്റായിട്ട് രേണു വരും. ഓക്കെ. പിന്നെ അനുമോള് വരും, അനീഷ് വരും, പിന്നെ നമ്മളെ മറ്റേ പുള്ളിക്കാരന്റെ പേര് അക്ബർ അല്ല, മറ്റേ ഷാനവാസ്. അതൊക്കെ. പിന്നെ ആരും എനിക്ക് അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പഴയ ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ആണ് കൊള്ളാവുന്നേ? പഴയത്
ഇപ്പൊ ഒരു ഗുമ്മില്ലല്ലേ കാണാൻ? ഇത് എടുത്ത് രാവിലെ തന്നെ നമ്മള് ഇത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ലൈവായിട്ട് കാണുമ്പോ തന്നെ തുടങ്ങുന്നത് തെറിയല. ഇപ്പോ നമ്മുടെ മസ്താനി വന്നിട്ട് ആദ്യം എടുത്തിട്ട ഒരു കാര്യമാണ് വിധവാ കാർഡാണ് നമ്മുടെ രേണു ചേച്ചി ഇറക്കുന്നതെന്ന്. അങ്ങനെ ഒരു കാര്യം പോലും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ വെറുതെ എടുത്തിട്ട കാര്യമാണ് വിധവാ കാർഡാണ് ഇറക്കുന്നത്. നാണല്ലേ സുധിച്ചേട്ടന്റെ പേരിൽ ഇങ്ങനെ പ്രശംസ നേടാന്ന് പറഞ്ഞിട്ടായിരുന്നു മസ്താനി പ്രശ്നം തുടങ്ങിയത്. അപ്പൊ ഇതിന് നല്ല രീതിക്ക് പ്രതികരിച്ചിട്ടുണ്ട് രേണു ചേച്ചി. അപ്പൊ ഇത് കണ്ടപ്പോ കിച്ചുന് എന്താ തോന്നിയേ? അമ്മ പ്രതികരിച്ചല്ലോ. അമ്മ പ്രതികരിക്കേണ്ട രീതിക്ക് അമ്മ പ്രതികരിച്ചു. അതിനകത്ത് നടക്കുന്ന ആണ്. ചേച്ചിക്ക് എന്താ തോന്നിയത് കണ്ടിട്ട്? അവൾക്ക് പറയാനുള്ള അവള് തിരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മക്ക് ഒന്നും പറയാൻ. ഈ രേണു ചേച്ചി ഇപ്പോഴും പറയുന്നുണ്ട് സുചേട്ടൻ എന്റെ മനസ്സിൽ മരിച്ചിട്ടില്ല, എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആരും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് എത്രയാന്ന് പറഞ്ഞാലും അവിടെ ഹസ്ബൻഡ് അല്ലേ. അതെ. പിന്നെ എത്രയൊക്കെ വർഷം കഴിഞ്ഞാലും അവള് ഇപ്പൊ നമുക്ക് അങ്ങനെയാ, നമുക്ക് പ്രിയപ്പെട്ടവര് അവര് നമ്മള് മണ്ണടിയുന്നോടം വരെ നമ്മുടെ മനസ്സിൽ അവര് ജീവനോടെ തന്നെയുണ്ട്. ഈ അതുപോലെ രേണു ചേച്ചി അതിനുള്ളിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, സുധിച്ചേട്ടനെ പോലെ രേണു ചേച്ചിയും മരിച്ചു പോയതാണോ എന്ന് എന്റെ മകൻ വിചാരിക്കുമോ എന്നൊരു പേടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്ന് രേണു ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഋതപ്പം പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയില്ല, അവനറിയാവല്ലോ, അവൻ ബിഗ് ബോസ് കാണും, അമ്മ അവിടെ അവനറിയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ പേടി മാത്രല്ലേ? അത് രേണുവിന്റെ പേടി. അല്ലാതെ അവന് പോയപ്പോ തൊട്ടേ അറിയായിരുന്നു, അവന് TV കാണുന്നുണ്ട്, അല്ലാതെ ഫോണിലും കാണുന്നുണ്ട്, അതുകൊണ്ട് അവന് നന്നായിട്ട് അറിയാം. അവനും മനസ്സിലാവുന്ന പ്രായമൊക്കെ ആയി. പ്രായമാ. ആ മോ കണ്ടായിരുന്നോ? കിച്ചു കണ്ടായിരുന്നോ? കണ്ടപ്പോ എന്താ തോന്നിയേ? ഇതാക്കണ്ട ആവശ്യമില്ല. അവനെപ്പോഴും ഫോണിലാണല്ലോ ഇതെല്ലാം കാണുന്നല്ലേ. എല്ലാരും ചേച്ചി പറയുന്നത് കുഞ്ഞു മനസ്സല്ലേ, ഇപ്പൊ അവനറിയില്ലല്ലോ. ചോക്കാണെങ്കിൽ അവനെല്ലാം അറിയാം. സുചേട്ടൻ മരിച്ചപ്പം അവൻ എത്ര വയസ്സായിരുന്നു? അന്നറിയില്ലായിരിക്കും, പക്ഷെ ഇപ്പൊ എല്ലാവരും അറിയാം. അവൻ നോക്കിയിരിക്കുവായിരുന്നു, അവൻ അച്ഛൻ വരുന്നുണ്ടെന്നും പറഞ്ഞു. അതാണ് നമ്മളെ വിചാരം. 4 വയസ്സായപ്പം ഞാൻ പുള്ളിക്കാരനെ TV കണ്ടപ്പം, TV ഇങ്ങനെ മരിച്ചെന്ന് കണ്ടപ്പോ അങ്ങനെയാണ് കൊച്ചിനെ ഇതായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു ഓക്കെ ആയി. ഇപ്പം എല്ലാം നല്ല ഇതായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. ആക്റ്റീവാണ് അവൻ. ഇപ്പൊ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാം മനസ്സിലാവും. ഈ കിച്ചു എന്താ ഋതപ്പന് ഗിഫ്റ്റ് കൊടുത്ത ഓണത്തിന്? ഒന്നും കൊടുത്തില്ല, കൊടുക്കണം. അങ്ങോട്ട് കൊണ്ടുപോകണം. കൊല്ലത്തോട് കൊണ്ടുപോകണോ കിച്ചു? അല്ലേ എല്ലാരും കിച്ചുവിന്റെ കൂടെ കൊല്ലത്ത് പോവാണോ? ആണോ ഋതപ്പ? കിച്ചുചേട്ടൻ്റെ കൂടെ കൊല്ലത്ത് പോവാണോ? കിച്ചുചേട്ടൻ്റെ കൂടെ പോവാണോ? ഇല്ലേ? കിച്ചുചേട്ടൻ വിളിച്ചാ പോവില്ലേ? ഇല്ലേ? തന്നെ വരാന്നോ? കിച്ചുചേട്ടൻ വിളിച്ചാ പോകത്തില്ലേ? ഇല്ല, വരത്തില്ലാന്ന്. പിണങ്ങി കിച്ചുചേട്ടൻ. അതല്ല, പിന്നെന്താ പോവാത്തെ? കുറച്ച് കഴിയുമ്പോ പൊക്കോളാന്നോ? ചേട്ടൻ കുറച്ച് കഴിയുമ്പോ പോവും. ഓണത്തിന് പോയിക്കോളാം. ആണോ? ഇനിയിപ്പോ നിങ്ങളുടെ ഓണാഘോഷം മുഴുവൻ കൊല്ലത്താണോ? കൊല്ലത്താണ്. അപ്പൊ കിച്ചു കുറച്ച് ദിവസം ഇവിടെ കാണും. ഓണത്തിനാണോ തിരിച്ചു പോകുന്നേ? ഇന്ന് പോവും. കിച്ചിന് ഈ വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം, കൊല്ലത്താണോ നിൽക്കുന്ന ഇഷ്ടം? രണ്ടിടത്തും ഒരേപോലെ. കുഴപ്പമില്ല. വ്ലോഗൊക്കെ അങ്ങ് കത്തി കയറുവാണല്ലോ കിച്ചുവിന്റെ. ആൽബത്തിലൊക്കെ അഭിനയിച്ചോ? അത് ഈ യൂട്യൂബേഴ്സ് ഒരു ഫാമിലിയുടെ കൂടെ, ആ ഒരു വൈറൽ ഫാമിലിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ ശരിക്കും കിച്ചുവിന്റെ ഫ്രണ്ട്സ് ആണോ? അല്ലല്ല, ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇട്ട് അങ്ങനെ കമ്പനി ആയതാ. എന്തോ ഇങ്ങനെ എന്നെ കാണണം ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ കമന്റ്സിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങളും മകനായിട്ട് കിച്ചുവിനെ സ്വീകരിച്ചതിൽ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? പറഞ്ഞു കൊടുക്ക, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കിച്ചുവിന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. അഭിനയിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. അന്ന് അല്ലേടാ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇവന് ഭയങ്കര വണ്ണമാന്നും പറഞ്ഞു.
നീ അങ്ങനെ പറ എടാ ഞാൻ അങ്ങോട്ട് ഒന്നും തിരിഞ്ഞു പോകത്തില്ല, ഇങ്ങോട്ട് വന്നാൽ നോക്കട്ടെ. എന്നാലും ഏത് നായികയുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? എന്നാലും എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണൂലേ? എനിക്ക് അങ്ങനെ ചേട്ടനില്ലേ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഇന്ന നടിയുടെ കൂടെ അഭിനയിക്കണം എന്ന്? ഹണി റോസ് എന്നൊന്നും പറയരുത്. വീഡിയോ കഴിഞ്ഞിട്ട് അളിയൻ ഇവിടെ നിക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്റെ റിമ്യാച്ചൻ അല്ലേ? ഇങ്ങനെ പേടിക്കില്ല ചേട്ടാ, കിച്ചു പറ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. ചാൻസ് കിട്ടിയാൽ അഭിനയിക്കും. അഭിനയിക്കാൻ അറിയോ? അഭിനയിക്കാൻ അറിയത്തില്ല. എന്നാൽ ഇഷ്ടപ്പെട്ട നടി ആരാ? അങ്ങനെ എല്ലാരും ഇഷ്ടമാണ്, നല്ലപോലെ അഭിനയിക്കുന്ന എല്ലാരും ഇഷ്ടം. എന്ത് ചോദിച്ചാലും അങ്ങനെയുള്ള കോമൺ ആൻസർ പറയല്ലേ? എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആക്ട്രസ് കാണില്ലേ? എനിക്കിങ്ങനെ കാണുമ്പോ ഒരു സിനിമ കാണുമ്പോ അതിൽ നല്ലപോലെ അഭിനയിച്ച അങ്ങനെ ഇഷ്ടം. അങ്ങനെ അപ്പൊ പുതിയ ഫേവറേറ്റ് ഇപ്പൊ ഏതോ ഏറ്റവും പുതിയ സിനിമ കണ്ട അതായിട്ട് വന്ന ആക്ട്രസ് ആണ് അത് പറ. പറ. അങ്ങനെ നയൻതാരന് ഇഷ്ടം. അതാദ്യം അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അത്ര ആലോചിച്ചിട്ട് ഉത്തരം പറയണമല്ലോ, അല്ലാതെ വിടത്തില്ലല്ലോ. നയൻതാര. ചേച്ചി, ഇങ്ങനെ പുറത്ത് ഒരുപാട് സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. ഇപ്പൊ മസ്താനി കയറിയതിനു ശേഷം ഇത്രയും കാര്യങ്ങള് രേണു ചേച്ചിനോട് പറഞ്ഞതിന് ശേഷം കുറെ സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, ട്രോൾസ് കുറെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടായിരുന്നോ? അങ്ങനെ കാണാറൊന്നുമില്ല. അല്ല, പോയതിനേക്കാളും ഭയങ്കര പോസിറ്റീവാണ് ഇപ്പൊ. അതില് സന്തോഷല്ലേ? സന്തോഷം. എത്രാമത്തെ ആണോ ഋതപ്പന്റെ? രണ്ടാമത്തെ ആണോ? 6 വയസ്സായില്ലേ? ഓണം എങ്ങനെ ഉണ്ട് വീട്ടില്? കൊള്ളാം, അടിപൊളിയാ. ഈ ഡ്രസ്സൊക്കെ ആരാ മേടിച്ചെന്നേ? അപ്പൂപ്പനാണോ? ആണോ? കൊള്ളാലോ. ഇത് മുണ്ടൊക്കെ ആരോ ഉടുത്തന്നെ ഇങ്ങനെ? അതും അപ്പൂപ്പനാണോ? എല്ലാ അപ്പൂപ്പനാണോ ചെയ്തേ? ആണോ? ഇപ്പൊ ഓണാശംസകൾക്ക് ആർക്കൊക്കെ പറഞ്ഞല്ലോ, അതാർക്കാ? ബിഗ് ബോസ് കാണുവോ? ബിഗ് ബോസിന് ഇഷ്ടമാണോ? ഇഷ്ടമാ. എന്തുകൊണ്ടാ ബിഗ് ബോസിന് ഇഷ്ടം? ബിഗ് ബോസിന് എന്താ ഇഷ്ടം? എന്തുകൊണ്ടാ ബിഗ് ബോസിന് ഇഷ്ടം? രേണുമ്മ ഉള്ളതുകൊണ്ടാ അല്ലേ? രേണുമ്മ ജയിച്ചിട്ട് വരുവോ? കപ്പും കൊണ്ട് വരുവോ? എപ്പോഴാ കപ്പും കൊണ്ട് വരുന്നേ? 100. അതാണോ 100? 100 ഏതാ? അതാണ് 100 ദിവസം കഴിഞ്ഞ് അമ്മ കപ്പും കൊണ്ട് വരും. യെസ്.